നമസ്കാരം, ഞാൻ വിപിൻ വിജയൻ. അയർലൻഡിൽ നിന്നാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ അല്ല, സമയം ഇപ്പോൾ ഏകദേശം 12 മണിയായി. ഞങ്ങളിന്ന് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് രാവിലെ ഒരു ഔട്ടിങ് പോവുകയാണ്. സ്ഥലം തീരുമാനിച്ചിട്ടൊന്നുമില്ല, ചെറിയ 2-3 ലിസ്റ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോണ വഴി കാണാൻ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടത്തേക്ക് വ്യൂ നോക്കിയേ, എൻ്റെ മോനെ. ഞങ്ങളിപ്പോൾ പോണ വഴി ഒന്ന് വണ്ടി നിർത്തിയതാണ്. ഫുൾ ഡ്രൈ ഫോറസ്റ്റ് ആട്ടോ, കണ്ടോ. സാൽ ഗ്യാപ്പ്, ബ്ലെസ്സിങ്ടൺ, മാനർ കിൽ റൈഡ് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വെതർ കണ്ടീഷൻ ബാഡ് ആണെങ്കിൽ ഇങ്ങോട്ട് കയറ്റി വിടില്ല എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ, കണ്ടോ. ഞങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയത് ഇവിടെ. എന്ത് ലുക്ക് കാണാനായിട്ട് നോക്കിയേ, എൻ്റെ മോനെ. ചില സ്ഥലത്ത് ഇതുപോലെ ഷീപ്പുകൾ മേയുന്ന സ്ഥലം കാണുന്നുണ്ടോ, കണ്ടോ. അവിടെയൊക്കെ ഷീപ്പാണത്, കണ്ടോ. അതൊക്കെ ഷീപ്പാണ്. ഇതുപോലെ കുറേ ഷീപ്പുകൾ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. അയർലൻഡിൻ്റെ ഭംഗിയാണെങ്കിൽ അത് നമ്മൾ ഈ ഒരു കൗണ്ടി സൈഡിലേക്കൊക്കെ വന്നു കേട്ടോ. ഇത് കണ്ടോ, മുട്ടക്കുന്നുകൾ കിടക്കണം നോക്കി. എൻ്റെ മോനെ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്, കണ്ടോ. ആഹാ, അടിപൊളി. ചെറിയൊരു മഞ്ഞ പൂക്കളൊക്കെ വന്നേക്കണുണ്ട് എല്ലായിടത്തും. എൻ്റെ പൊന്ന്, കിട്ടില്ല ലുക്ക്, കണ്ടോ. വരുന്ന വഴിയോടെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ചെറിയൊരു അരുവി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അരുവി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൈവഴി പോണ പോലെ. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ കാണിച്ചുതരാവേ, വേണ്ടോ. ചെറുതായിട്ട് ഇങ്ങനെ പോവുകയാണത് ഈ മലയുടെ സൈഡിൽ കൂടി. അങ്ങ് പോവാത്. ഞങ്ങൾ വന്ന വഴി കണ്ടായിരുന്നു, പക്ഷെ അവിടെ വണ്ടി നിർത്താൻ പറ്റിയില്ല, കണ്ടോ. ഇവിടെ നിന്ന് വരുന്നത് ആറ്റത്തുനിന്ന് വന്ന്, കണ്ടോ, ആറ്റത്തുനിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും, കണ്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഒച്ച, കളകള ഒഴുകുന്ന ഒച്ച. ഞാൻ മുക്കുട്ടി ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. വിശാലമായ പാർക്കിംഗ്, ഒരുപാട് കാറുകളും നല്ല തിരക്കണമെന്നുണ്ടോ. ഇത് ബില്യാന വുഡ്സ്റ്റോ എന്നും പറഞ്ഞിട്ട് കൗണ്ടി വിക്ലോയിലുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ ഈ നടന്നു അല്ലമ്പായി കിടക്കുന്നു, ചെളി പിടിച്ച് കിടക്കുവാണ്. മഴ പെയ്തിട്ടാണ് തോന്നുന്നു. സൈഡ് പിടിച്ചോ, ഇങ്ങനെ വാ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടിയുള്ള ഒരു വാക്ക്, അതാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. രക്ഷയില്ലാത്ത വ്യൂ ആണ്, കാണിച്ചു തരാം. കേട്ടോ, ഫുള്ളിങ്ങനെ മരങ്ങളാണ്. മൂന്നാറിലൊക്കെ കാണുന്ന പോലത്തെ മരങ്ങളാണ്. കാരണം ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇങ്ങനെ പോകേണ്ട. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വാക്ക്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല ഭംഗിയായിട്ട് കാണാൻ. നൈസ്. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര കാറ്റുണ്ടെന്ന് നോക്കി. എൻ്റെ മോനെ, കണ്ടോ, നോക്കി രക്ഷയില്ലട്ടാ. കേട്ടോ, അടിപൊളി. ഇടയിൽ കൂടി ഇങ്ങനെ വാക്കിംഗ് ആണ് കേട്ടോ. അതാണ്ട് ഇവിടുത്തെ ഒരു രസം. നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ പോയി കണ്ടോ, ഫുള്ളിങ്ങനെ രസമായിട്ടോ കാണാനായിട്ട്. കിട്ടില്ല വ്യൂ, അടിപൊളി. ഒരു സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ഇങ്ങനെ കമ്പ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ മുഖത്തടിച്ചു കമ്പ്, കണ്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. എല്ലാ മരങ്ങളുടെയും ഇങ്ങനെ കമ്പുകൾ ഒടിഞ്ഞൊടിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. നിലത്തിൽ കൂടി വഴിയുണ്ട് കേട്ടോ. നമ്മൾ ചെളിയായതുകൊണ്ടാണ് സൈഡിൽ കൂടെയുള്ള വഴികൾ പോകുന്നത്, കണ്ടോ. ഇതാണ് ശരിക്കും വഴിയേ. ഇങ്ങനെ വരാം അവിടെ നിന്ന്. ഇങ്ങനെ നടന്ന് നോക്കി ഇങ്ങനെ പോവാട്ടോ. കിട്ടില്ല കേട്ടോ.
നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് പോവാട്ടോ. രക്ഷയില്ല കേട്ടോ, കിട്ടിലം വൈബ് എന്ന് പറഞ്ഞാൽ കിട്ടിലം വൈബ്. നിങ്ങൾ വിക്ലോ മൗണ്ടൻസ് വരുവാണെങ്കിൽ ഈ സ്ഥലം നിർബന്ധമായിട്ടും പോകണം. ഞാൻ ലൊക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. എന്തായാലും വരേണ്ട സ്ഥലം കേട്ടോ. ചിലപ്പോൾ വന്നിട്ടുണ്ടാവട്ടെ നിങ്ങളൊക്കെ, ഞാൻ ചിലപ്പോൾ ലാസ്റ്റ് വന്നേക്കണായിരിക്കും. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നല്ല നല്ല തണലത്തിൽ കൂടി നല്ല ഇന്ന് തണുപ്പില്ലല്ലോ അധികം, സമ്മറായി തുടങ്ങിയില്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല ആംബിയൻസും ആണ്, രക്ഷയില്ല. ഇത് സമ്മറായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ചില പച്ചപ്പ് വരുമായിരിക്കും കേട്ടോ. അപ്പോൾ വെറുതെ കിട്ടില്ല. ഈ ടൈല് ഈ വുഡ് പോലത്തെ ഇട്ടിട്ടില്ലേ, ഇതിട്ടേക്കണ അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ നടന്നു പോകാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. മുകളിലൊക്കെ നല്ല ഭംഗിയാണ് കണ്ടാ. ഇതൊക്കെ ഇങ്ങനെ ഫുള്ള് മരങ്ങളും കണ്ടോ. താഴേക്ക് നോക്കി ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടോ കണ്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കുക, ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇങ്ങനെ പോവാട്ടോ മുകളിൽ വരെ കണ്ടോ. ഇങ്ങനെ പോകണം നമ്മൾ കണ്ടോ. രക്ഷയില്ലാട്ടോ, നല്ല ഭംഗിയാണ്, അടിപൊളി. അത്രയും വരെ ഉള്ളൂ കേട്ടോ ഈ വുഡിൻ്റെ ഇത് ഇട്ടേക്കണത്, ഇവിടെ വരെ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു പുതിയ ലോകത്തെത്തി കണ്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ വെളിയിലെത്തി. ഇതൊരു വലിയ കൂടാരം പോലെ ഇങ്ങനെ നിൽക്കുക കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന്, ഇവിടെ ഇനിയൊന്നുമില്ലേ. ഇത് പുതിയ മരങ്ങളൊക്കെ വെച്ചേക്കണേ കേട്ടോ, ചെറിയ ചെറിയ മരങ്ങൾ. ഈ മരം വലുതാവണമെന്നാണ് ആ കാണുന്നത് കേട്ടോ. ഇതിങ്ങനെ വെച്ച് വലുതായി ഇവിടെ ഇതുപോലെ ഇവരൊരു ഫോറസ്റ്റ് പോലെ ഉണ്ടാക്കും കണ്ടോ. ഞങ്ങൾ നടന്ന് നമ്മളിത് വേറൊരു വീട്ടിലെ വ്യൂ പോയിന്റിലെത്തി കേട്ടോ. ശരിയാത്ത വ്യൂ ആണേ. നമ്മൾ അവിടെ നടന്നാണേ കണ്ടോ. നമ്മൾ വന്ന കാട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കണ്ടോ. കിട്ടില്ല വ്യൂ ആണ് കണ്ടോ. സൂപ്പർ. ഇവിടെ ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വ്യൂ പോയിന്റ് കണ്ടോ നമ്മൾ. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇനി നടക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് വന്ന വഴി തന്നെ തിരിച്ച് നടന്നു പോകണേ. അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. ഇവിടെ ഇച്ചിരി ഇട്ടങ്ങേറാട്ടോ കേട്ടോ. ചെളിയാണ് ഇവിടെ. അമ്മുക്കുട്ടിയൊക്കെ ഇച്ചിരി കഷ്ടപ്പെടുക നടന്നു പോകാൻ. ഇങ്ങനെയൊക്കെ പോകണം കേട്ടോ. ഇങ്ങനെയൊക്കെ തിരിഞ്ഞ് നിന്നിട്ട് അടിപൊളി. ഇതിങ്ങനെ പുറത്തുനിന്ന് വെട്ടത്തുനിന്ന് കയറി വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഈ ഒരു രക്ഷയില്ല. മരങ്ങളിങ്ങനെ നിൽക്കുവാടോ. എന്ത് ഹൈറ്റാന്ന് നോക്കിയ മരത്തിന്. എൻ്റെ പൊന്നു, ഈ കാറ്റിൻ്റെ ഒച്ച കേട്ടോട്ടോ നിങ്ങൾ. അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കുവാണ് കേട്ടോ കണ്ടോ. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ല, സ്ലിപ്പാവും കേട്ടോ. അമ്മ സ്ലിപ്പാവേ. ശരിയേ ഉള്ളൂ. ഇങ്ങനെ വന്നപ്പോൾ നടന്നു വന്നപ്പോൾ തേനീച്ചക്കൂട് പോലത്തെ സാധനം കണ്ടോ. ഭയങ്കര വലിപ്പം, എന്താന്ന് അറിയില്ല. ആശ ഫോണിൽ ചീവിട് കയറി ഒച്ചേക്കോ കേട്ടോ. അല്ല ആ ഒരു ആംബിയൻസും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു കേട്ടോ. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ചീവീട് കയറി ഒച്ച, അതൊരു കിടിലം വൈബല്ലേ. അപ്പം ഞങ്ങൾ ആ ഇത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തേക്കും. വിശക്കണം എന്നും പറഞ്ഞിരിക്കും കേട്ടോ. അവിടെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ നമുക്ക് കഴിക്കാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ചിപ്സ് മാത്രമേ ഉള്ളൂ. ചിപ്സ് കഴിച്ചാൽ എങ്ങനെ വിശക്കണം. ചിപ്സ് മീൻസ് ഈ നമ്മുടെ ഹംഗിഡോറി ലേസ് പോലത്തില്ല, അതൊക്കെ ഉള്ളൂ. അമ്മൂസിന് അതിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവള് ഭക്ഷണം വേറെ ഒന്നും കഴിക്കില്ല. ഇനിയിപ്പോൾ വിക്ലോ ടൗണിലേക്ക് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വണ്ടിയിലേക്ക് ഒന്ന് കയറി കേട്ടാ. ഇന്നത്തെ അടിപൊളി ട്രിപ്പായിരുന്നു, കിട്ടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒന്ന് വന്ന് നോക്കണം കേട്ടോ. ഞാൻ ലൊക്കേഷൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗത്തിൽ കാണാം. താങ്ക്